എന്നാലും നീ ആരാ? എങ്ങനെയാ ഇപ്പൊ ഞാൻ നിന്നെ ഒന്ന് കണ്ടുപിടിക്കുക? ഈ ആദ്യം കണ്ടുപിടിക്കും. പിടിക്കുന്നതൊക്കെ മോശമല്ലേ ആദ്യം? അതല്ലട മയിലിനുണ്ടായവനെ കണ്ടുപിടിക്കണം. ആരെയാടാ? അവളെ എനിക്ക് കണ്ടുപിടിക്കണം. എന്റെ വിശ്വാമിത്രന്റെ മനസ്സിളക്കിയ മേഘനെ എനിക്ക് കണ്ടുപിടിക്കണം. മേനകയെ എനിക്ക് കണ്ടുപിടിക്കണം. അങ്ങനെ വേണ. 10ാം ക്ലാസ്സിലെ സുജാതയാണെങ്കിൽ അവൾക്കിപ്പോ 2 ഭർത്താവും 2 കുട്ടികളും 1 ഭർത്താവും ഉണ്ട്. +2 അഞ്ജുവിനാണെങ്കിൽ 3 ഉണ്ട്. 3 ഭർത്താവോ? അവൾ എന്തുവാടോ? കുട്ടികളാടാ. ഡാഡാ, ഐ എം യുവർ ബോസ്. മറക്കണ്ട നീ. நான் ஒன்று சொல்லட்டுமா ബോസ്? നീ അവളോ അഴക്. അവലും ചായയൊന്നും വേണ്ടടാ. നിനക്കറിയോ, നീ എന്റെ പുണ്യമാടാ, പുണ്യം. പുണ്ണാക്ക് നമുക്ക് നാളെ കഴിച്ചാ പോലെ. ഇന്നിപ്പോ ഓഫീസിൽ പോവാം. നാളെ നേരത്തെ കിടന്നുറങ്ങാനുള്ളതാ. നിന്റെ ഈ വല്യേട്ടനെയും ബാല്യനെയൊന്നും ഇത്ര നേരമായിട്ടും കാണാനില്ലല്ലോ. അവരിന്ന് വരുന്ന തോന്നുന്നില്ല. അതെന്നാ? ഞാൻ വരുമ്പോ 2 അടിച്ച് പാമ്പായി ഗാർഡനിൽ കിടക്കുമായിരുന്നു. എഴുന്നേറ്റ് കാണില്ല. നീ വിളിച്ചില്ലേ എന്നിട്ട്? എന്തിന്? ബോധം തെളിയുമ്പോ എണീറ്റ് വന്നോളൂ. ഒന്ന് നിന്റെ ഏട്ടനും മറ്റേ നിന്റെ ലവറും അല്ലേ? വിളിക്കായിരുന്നു. ലവറോ? ഏത് വകയില്? പൊന്നു മോളെ, അവന് തന്നെ ഇഷ്ടാണെന്നും നിനക്കതേ ഇഷ്ടം തിരിച്ചുണ്ടെന്നും ഈ ഓഫീസിൽ മൊത്തം അറിയാം. എന്നിട്ട് അവളുടെ ഒരു അഭിനയം. തമ്മിൽ ഇഷ്ടമുണ്ടായിട്ട് എന്താ കാര്യം? അത് പറയാനുള്ള ധൈര്യം കൂടി വേണം. അവൻ ആ ധൈര്യം ഇല്ലെങ്കിൽ വേണ്ട. നിനക്ക് ആ ധൈര്യം ഉണ്ടല്ലോ, പോയി പറഞ്ഞൂടെ? അത് നിനക്ക് ജോലിയൊന്നുമില്ലേ? പോയി പണിയെടുക്കടി. ഞാനിപ്പൊ പോവാം. പറഞ്ഞാ നിനക്ക് കൊള്ളാം. ഓ പിന്നെ എന്റെ പട്ടി പറയും ഇഷ്ടമാണെങ്കിൽ. പട്ടിയുടെയൊക്കെ കാര്യം പറയുന്ന കേട്ടു. ഏയ് ഞാൻ വെറുതെ. അല്ല കുഞ്ഞേട്ടാ, ഏട്ടന്റെ PA ചിത്തുവേട്ടനാണെന്ന് അറിഞ്ഞല്ലോ. കേട്ടത് ശരി തന്നെ. എന്നെ കൊറേ വെള്ളം കുടിപ്പിച്ചതല്ലേ? ഇനി കുറച്ച് വെള്ളം അവൻ കുടിക്കട്ടെ. അത് അപ്പോഴത്തെ പ്രായത്തിന്റെ അല്ലേ ഏട്ടാ? ഏട്ടനത് സീരിയസ് ആയി എടുത്താൽ എങ്ങനെ ശരിയാവാ? അറിയാടേ, അതിന് ഞാൻ അവനൊന്നും ചെയ്യത്തൊന്നുമില്ല. അതിന്റെ ആവശ്യവും ഇല്ല. അവനിപ്പോ എന്നെ കാണുമ്പോ ചെറിയൊരു പേടിയുണ്ട്. അതങ്ങനെ തന്നെ ഇരിക്കട്ടെ. എന്താണ്? അച്ഛാ ഏട്ടൻ. ഏട്ടാ അച്ഛൻ. ഗാർഡനിൽ 2 പാമ്പിനെ കളഞ്ഞു കിട്ടിയെന്ന് അറിഞ്ഞു. പാമ്പാട്ടി കാണാൻ വന്നതാ. പിന്നെ 2നും ബോധം തെളിയുമ്പോ എന്നെ വന്ന് കാണാൻ പറയണം. ശരി അച്ഛാ. ഇവന്മാര് 2 എന്റെ പുക കണ്ടേ അടങ്ങും. ഇതോ, ഞാനൊന്ന് പുറത്ത് പോയിട്ട് വരാം. ജിത്തു എത്തിയാല് ആ ഫയലൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് വെക്കാൻ പറഞ്ഞേക്ക് കേട്ടോ. ഓക്കെ ഏട്ടാ. ഇത്ര പെട്ടെന്ന് നേരം വെളുത്തോ? ഞാൻ ഇന്നലെ എവിടെയാ കിടന്നേ? ഇതെന്റെ റൂമല്ലല്ലോ. ആദി, ഓക്കെ.
മതി, ഇനി എല്ലാവരും പോയി ജോലി ചെയ്യ്. എനിക്ക് കുറച്ച് പ്രൈവസി തരൂ. മരത്തല ആദി എണീക്കടാ. ഈ വൃത്തികെട്ട ശബ്ദം ഞാൻ എവിടെയോ. എന്താണ് രാവിലെ തന്നെ? നിനക്കെന്താ വട്ടായ എങ്ങനെ കിടന്ന് കൂവാൻ? നാട്ട നിന്റെ അച്ഛന് കണ്ണ് തുറന്ന് നോക്ക് നമ്മളിത് എവിടെയാന്ന്. ശരിയാണല്ലോ. ഈ ഗാർഡൻ എന്താ എന്റെ റൂമില്? അയ്യോ, നിന്റെ റൂമില് ഗാർഡൻ വന്ന് കിടക്കുമല്ല, നീ ഗാർഡനിലാ കിടക്കണേ. ഇന്നലെ കുടിച്ചത് കുറച്ച് ഓവറായി പോയല്ലേ? ഞാൻ അപ്പോഴേ പറഞ്ഞതാ റൂമിൽ കയറി അടിക്കാന്ന്. അപ്പൊ അവന്റെ കോത്തായത്തില് വാക്കിംഗ് ഇൻ ദ മൂൺ ലൈറ്റ്. സമയം എത്രയായോ എന്തോ. വാച്ചല്ലേ നിന്റെ കാലി ഇട്ടേക്കണേ, എടുത്ത് നോക്കാം മേലേ. വാച്ചൊക്കെ കാലിൽ കെട്ടാൻ മാത്രം ഇന്നലെ അത്രയും കുടിച്ചിരുന്നോ? നിന്ന് കഥാപ്രസംഗത്തിന് മാർക്കിടാണ്ട് എളുപ്പം റെഡിയാവും, ഓഫീസിൽ പോവാം. ആ, ഇനി പോയിട്ട് കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. മണി 3 കഴിഞ്ഞു. നൈസ്. അപ്പൊ ഗുഡ് നൈറ്റ്. ഡിന്നർ ആവുമ്പോ വിളിച്ചാ മതി, ഞാനൊന്ന് കിടക്കട്ടെ. ഇതിപ്പോ മണിക്കൂർ കുറെ ആയല്ലോ ഞാൻ ഈ നടത്തം നടക്കാൻ തുടങ്ങിയിട്ട്. ഈ നടത്തം ഞാൻ നേരെ നടന്നിരുന്നെങ്കിൽ കാസർഗോഡ് കഴിഞ്ഞ് ഞാൻ കണ്ണൂർ എത്തിയേനെ. വെറുതെ സമയം കളഞ്ഞു. ഇനി അവിടെ വരുന്നു തോന്നുന്നില്ല. നേരെ വീട്ടിൽ പോയാലോ? കണ്ടിട്ട് അവളെപ്പോലെ തന്നെ ഇല്ലേ? വാവ്, മനോഹരമായ സ്വപ്നം. അവളിങ്ങനെ സൈക്കിളിൽ പോകുന്ന പോലെ തോന്നുന്നു. സ്വപ്നമല്ലല്ലോ, ആ സൈക്കിളിന്റെ ബെല്ലല്ലേ ഞാനാ കേട്ടെ. ഏയ് ഹലോ കുട്ടി, ഒന്ന് നിക്കണേ. ഹായ്, ഞാൻ ദേവൻ. ഏത് ദേവൻ? ഏ നമ്മൾ ഇന്നലെ കണ്ടായിരുന്നു. അതിന് ഞാൻ തന്നെ കാണാൻ. എന്നെ താനെന്തിനാ കാണുന്നേ? അങ്ങനെയൊക്കെ ചോദിച്ചാ ഒന്ന് പെട്ടെന്ന് പറയോ, എനിക്ക് പോയിട്ട് തിരക്കുണ്ട്. ഏ ആ ആ ഇതേതോ വട്ട കേസാന്ന് തോന്നുന്നു. പോയേക്കാം. എനിക്ക് തന്നെ പോയോ? ഇനി എനിക്ക് തോന്നിയതാവോ? അവിടെ ഇനി വല്ല യക്ഷിയോ ഇരിക്കോ? നേരെ ഇത്രയായിട്ടും മിഥുനെയും ദേവനെയും കാണുന്നില്ലല്ലോ. മിഥു ഇന്ന് ചഞ്ചലയുടെ വീട്ടിലാ സ്റ്റേ എന്ന് പറഞ്ഞു. ഓ, അതൊക്കെ അപ്പൊ നീ വിളിച്ചു ചോദിച്ചു. എത്ര കാലം ഇങ്ങനെ പോകൂടാ? പറഞ്ഞൂടെ എനക്ക്? അല്ല ആദി, നീയും കൊറേ കാലം ആയല്ലോ ഇങ്ങനെ സിംഗിൾ അടിച്ച് നടക്കുന്ന. നിനക്കൊന്ന് പ്രേമിച്ചൂടെ? വൃത്തിയായിട്ട പരിപാടി. എനിക്ക് തീരെ ഇൻട്രസ്റ്റ് ഇല്ല മോനെ പ്രേമിക്കാൻ. ഓ, കോഴിത്തരം കാണിക്കാം. പ്രേമിക്കൂല, അതെവിടുത്തെ ന്യായം? ആ, അതെന്റെ ന്യായം. നീ പോയി കിടന്ന് ഉറങ്ങു പോ. ലേറ്റായേ. നല്ല തിരക്കുണ്ടായിരുന്നു. അല്ല, എവിടെ എല്ലാവരും? അവരെല്ലാം ഇപ്പൊ കിടന്നതേ ഉള്ളൂ. അപ്പൊ നീ എന്താ കിടക്കാഞ്ഞേ? നിനക്ക് ഈ വാതില് തുറന്നിടാൻ ആരെങ്കിലും വേണ്ടേ? അല്ല, നീ വല്ലതും കഴിച്ചോ? കഴിച്ചു. നിനക്കുള്ളതാ മേശപ്പുറത്ത് വെച്ചിട്ടുണ്ട്. കഴിച്ചിട്ട് കിടക്കാൻ നോക്ക്. ഞാൻ കിടക്കാൻ പോവാ. ശരി എന്നാ. ഓക്കേടാ, ഗുഡ് നൈറ്റ്.
ആരും പോവല്ലേ. ഹായ്, ഞാൻ ആദി. എന്നെ പിന്നെ നിങ്ങൾക്ക് പ്രത്യേകം പരിചയപ്പെടുത്തണ്ടെന്ന് എനിക്കറിയാം, എന്നാലും പറയാം. നീ ആദ്യാണെങ്കി പിന്നെ ഞാനാരാടാ? ഓ, ഇവിടെയും വന്ന ഒരു വിധത്തില് സമാധാനം തരല്ലേ. ഞാനൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം പറയാൻ വന്നതാ. അപ്പോഴാ അവന്റെ നിന്ന് വാചകം പഠിക്കാണ്ട് പറയാനുള്ളത് പറഞ്ഞിട്ട് പെട്ടെന്ന് വാ. അവിടെ ഒരുപാട് ജോലിയുണ്ട്. ആ വരുവാ, ഒരു മിനിറ്റ്. അപ്പോ ആർമീസ്, ഞാനിവിടെ നമ്മുടെ സ്വന്തം മഹിയുടെ ഒരഭിപ്രായ പ്രകാരം ഒരു കാര്യം അറിയിക്കാനാണ് വന്നത്. മഹിക്ക് വളരെ വേണ്ടപ്പെട്ട രണ്ടാൾക്കാരുടെ അഭിപ്രായത്തെ മാനിച്ചുകൊണ്ട് അവളുടെ സെക്കൻഡ് ചാനല് ഒരു പേഴ്സണൽ ചാനലായി പ്രഖ്യാപിക്കുകയാണ്. അതായത് ഉത്തമ്മ, ഈ സെക്കൻഡ് ചാനലിൽ അവളുടെ കുഞ്ഞു കുഞ്ഞു ഡെയിലി വ്ളോഗ്സ്, ഫൺ ആൻഡ് എന്റർടൈൻമെന്റ് വീഡിയോസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. സോ അവൾ ഇവിടെയും കാണും, അവിടെയും കാണും. കുടുംബിയാ കുടുംബി. കൂടാതെ ആ ചാനലിലുള്ള ചിക്കൻ ബനാന എന്ന FF 4 പാർട്ടുള്ള FF അവള് നാളെ തന്നെ ഈ ചാനലിൽ റീ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ കാണാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ അത് നാളെ കാണാവുന്നതാണ്. പിന്നെ രണ്ടാമതൊരു ചാനൽ തുടങ്ങി അത് പേഴ്സണൽ അക്കൗണ്ട് ആക്കി എന്ന് വെച്ചിട്ട് അവൾ FF നിർത്തും എന്നല്ല. അവളുടെ ഫസ്റ്റ് പ്രയോറിറ്റി എന്നും FF ആണെന്ന് അവൾ പ്രത്യേകം പറയാൻ പറഞ്ഞിട്ടുണ്ട്. താങ്ക്സ് ഡാ ആദി. അപ്പോൾ മിസ്, ബാക്കി ഞാൻ പറയാം. ചാനലിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വയ്ക്കാം. പിന്നെ ആരും ഇതോടെ ഞാൻ FF നിർത്തി പോവാണ് എന്ന് വിചാരിക്കരുത്. എന്തൊക്കെ നിർത്തിയാലും FF ഞാൻ നിർത്തൂല. ഓക്കെ? പിന്നെന്താ പറയാൻ വന്നേ? സോൾട്ട് ആൻഡ് പെപ്പർ, അതിൻ്റെ നെക്സ്റ്റ് എപ്പിസോഡ് അടുത്ത് തന്നെ ഉണ്ടാവുന്നതായിരിക്കും. പിന്നെ ചിക്കൻ ബനാന ഞാൻ സെക്കൻഡ് ചാനൽ അപ്ലോഡ് ചെയ്തത് ഞായറാഴ്ച റീ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും, അതായത് നാളെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. മറക്കണ്ട ചാനലിൻ്റെ ലിങ്ക് കമൻറ്റ് ബോക്സിൽ. അപ്പോൾ ഓക്കെ, ടാറ്റാ. നെക്സ്റ്റ് എപ്പിസോഡിൽ കാണാം.